സംസ്ഥാനത്ത് 4000 റേഷൻ കടകൾക്ക് പൂട്ടുവീഴുമ്പോൾ മലയോര മേഖലയ്ക്ക് തിരിച്ചടിയാകുമെന്ന ആശങ്ക ശക്തം. റേഷൻ കടകളുടെ എണ്ണം 10,000-ആയി കുറയ്ക്കുവാനുള്ള വിദഗ്ധ സമിതിയുടെ നിർദ്ദേശമാണ് ആശങ്കകൾ ഇടയാക്കിയിട്ടുള്ളത്. മലയോര മേഖലയിൽ റേഷൻ കടകൾ പൂട്ടപ്പെട്ടാൽ മറ്റൊരു കടയിൽ എത്തണമെങ്കിൽ കിലോമീറ്ററുകൾ തന്നെ സഞ്ചരിക്കേണ്ടി വരുമെന്നാണ് സ്ഥിതി. കേരള സംസ്ഥാനത്താകെ 13,872 റേഷൻ കടകളാണ് ഉള്ളത്. വിദഗ്ധ സമിതിയുടെ നിർദ്ദേശപ്രകാരം ഇവയിൽ 4000-ഓളം റേഷൻ കടകൾ അടയ്ക്കാനാണ് തീരുമാനം. കടകളുടെ എണ്ണം കുറച്ച് ഉള്ളവയുടെ വരുമാനം വർദ്ധിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം. വിദഗ്ധ സമിതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ നടപടികളിലേക്ക് കടക്കാൻ പോകുന്നത്. 70-ാം വയസ്സിൽ ലൈസൻസ് വിരമിക്കുന്നതോടെ പകരം ലൈസൻസ് നൽകരുതെന്നാണ് സമിതി റിപ്പോർട്ടിൽ പറയുന്നത്. പ്രതിമാസം 15 ക്വിന്റലിൽ താഴെ കച്ചവടമുള്ള 85 കടകളുടെ കാര്യത്തിലും പ്രത്യേക തീരുമാനം വേണമെന്ന് സമിതി നിർദ്ദേശിച്ചിട്ടുണ്ട്. കേരള സംസ്ഥാനത്ത് പുതിയൊരു സംഭവം ഉണ്ടാകാൻ പോകുന്നതായി അറിയാൻ കഴിഞ്ഞു. നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന 14,000-ഓളം റേഷൻ കടകളിൽ ഏതാണ്ട് 4,000-ലധികം റേഷൻ കടകൾ പൂട്ടണമെന്ന് പുതിയ സമിതി ശുപാർശ പത്രങ്ങളിലൂടെ വന്നിട്ടുണ്ട്. ഈ സംഭവം സാധാരണക്കാരനോട് വലിയ വെല്ലുവിളി ഉയർത്തിക്കൊണ്ടാണ് ചെയ്യാൻ പോകുന്നത്. സാധാരണക്കാരൻ ആശ്രയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പൊതുവിതരണ സമ്പ്രദായം മേഖല എന്ന് പറയുന്ന റേഷൻ കടകളാണ്. അവിടെ 4,000 റേഷൻ കടകൾ ഈ കേരളത്തിൽ നിന്ന് പൂട്ടുമ്പോൾ ഒന്ന്, അത് വിദൂരസ്ഥമായ മേഖലകളിൽ റേഷൻ സാധനങ്ങൾ യഥാസമയം വാങ്ങിയ ആളുകൾക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത സ്ഥിതി വരും. അതുപോലെ തന്നെ റേഷൻ സാധനങ്ങളുടെ ഈ ദുർലഭം അല്ലെങ്കിൽ ആളുകൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് നമ്മുടെ സാമ്പത്തിക മേഖലയെ വലിയ ബുദ്ധിമുട്ടിലാക്കും. മറിച്ച് അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, റേഷൻ കടകളിൽ BPL റേഷൻ കാർഡുകൾക്ക് കൊടുക്കുന്ന മുൻഗണനാ ക്രമത്തിലുള്ള നീല കാർഡുകൾക്കുള്ള അരി 4 രൂപ വിലയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ റേഷൻ കടകൾ പൂട്ടുന്നതോടുകൂടി 2 രൂപ കൂട്ടി 6 രൂപയ്ക്ക് കൊടുക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. മൊത്തം സമൂഹത്തിലെ മുഴുവൻ സംവിധാനങ്ങളും ഇപ്പോൾ വിലക്കയറ്റം കൊണ്ട് ആളുകൾ പൊറുതിമുട്ടുന്ന ഒരു സാഹചര്യത്തിൽ റേഷൻ സാധനങ്ങൾ കൂടി വില കൂട്ടുമ്പോൾ അത് സാധാരണക്കാരൻ്റെ ജീവിതത്തെ വളരെ ബുദ്ധിമുട്ടുള്ള രീതിയിലേക്ക് മാറ്റിക്കൊണ്ടുപോകും. റേഷൻ കടകൾ അടച്ചുപൂട്ടപ്പെടുന്നത് മലയോര മേഖലയായിരിക്കും ഗുരുതരമായി ബാധിക്കുന്നത്. ഒരു കട അടച്ചുപൂട്ടപ്പെട്ടാൽ മറ്റൊരു റേഷൻ കടയിൽ എത്തണമെങ്കിൽ കിലോമീറ്റർ തന്നെ സഞ്ചരിക്കേണ്ട സ്ഥിതിയാണ് മലയോര മേഖലയിലുള്ളത്. ഈ പ്രത്യേക സാഹചര്യം പരിഗണിച്ചുള്ള നടപടികൾ ഉണ്ടായില്ലെങ്കിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയേക്കാം. റേഷൻ കൺട്രോളർ, സിവിൽ സപ്ലൈസ് വിജിലൻസ് ഓഫീസർ, ലോ ഓഫീസർ എന്നിവർ അടങ്ങിയ സമിതിയാണ് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത്.